ആദ്യം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, 8 വർഷം ഏരിയ സെക്രട്ടറി, 6 വർഷം ഏരിയ സെക്രട്ടറി, 8 വർഷം ബ്രാഞ്ച് സെക്രട്ടറി, ഈ നിലയിൽ പ്രവർത്തിച്ച ലോക്കൽ സെക്രട്ടറി, ഈ നിലയിൽ പ്രവർത്തിച്ച ആളാണ് ഇപ്പോൾ BJP-യിലേക്ക് നാളെ അംഗത്വം എടുക്കാൻ പോകുന്നത്. അദ്ദേഹം അംഗത്വം എടുക്കുമ്പോൾ ജില്ലാ സെക്രട്ടറിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനൊപ്പം BJP-യിലേക്ക് ആകൃഷ്ടനായി എന്ന കാര്യവും വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇതിനകം വന്നു കഴിഞ്ഞല്ലോ. BJP-യുമായി ഏരിയ സെക്രട്ടറിയായി ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ചർച്ചകൾ നടത്തി എന്നതിൻ്റെ സൂചനകൾ ലഭിച്ചിരുന്നു എന്ന്. അപ്പോൾ ആ സൂചനകൾ ലഭിച്ചപ്പോൾ എന്താണ് പാർട്ടി അനങ്ങാതിരുന്നത്? അരുൺകുമാർ. പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ അടുത്ത മാസം ജില്ലാ സമ്മേളനവും പിന്നെ സംസ്ഥാന സമ്മേളനവും എല്ലാമാണ്. ഏരിയ സമ്മേളനം, പ്രതിനിധി സമ്മേളനം 2 ദിവസവും അതിനുശേഷം 3-ാമത്തെ ദിവസം പ്രകടനം പൊതുസമ്മേളനമാണ്. മംഗലപുരം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട്, ഉദ്ഘാടന പ്രസംഗത്തിലൂടെ നടത്തിയിട്ടുള്ള പ്രസംഗം, അതിനെ ആധികരിച്ചിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കും. ഈ ചർച്ചകൾ ഓരോ ലോക്കൽ കമ്മിറ്റിയുടെയും പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുക. അവർക്ക് നിശ്ചിതമായിട്ടുള്ള സമയം അനുവദിക്കും. അത്തരത്തിലുള്ള ചർച്ച ഏരിയ സമ്മേളനത്തിൽ ആരംഭിച്ചപ്പോൾ തന്നെ അവിടെ മംഗലപുരത്തുള്ള എല്ലാ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളും ചർച്ചയുടെ ഭാഗമായി ഏരിയ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികമായിട്ടുള്ള ഒരു ആരോപണങ്ങളാണ് നിരവധിയുള്ളത്. ഞാൻ ഓരോന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമില്ലായ്മയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചു. അതുപോലെ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയിൽ നിന്നുള്ള വ്യതിയാനം, അത് വളരെ ഗൌരവത്തോടെ ചില പ്രതിനിധികൾ ഉന്നയിച്ചു. അതിന് നിരവധി ഉദാഹരണങ്ങൾ തെളിവ് സഹിതം അവർ പ്രതിനിധി സമ്മേളനത്തിന്റെ മുമ്പാകെ അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റകരമായിട്ടുള്ള തെറ്റ് ചെയ്തു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വേണ്ടത്ര ഗൌരവത്തോടെ അണിനിരന്നില്ല, അതുപോലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഏരിയ സെക്രട്ടറി വഹിക്കേണ്ട കടമ നിർവഹിച്ചിട്ടില്ല എന്നും വോട്ടിന്റെ കണക്കുകൾ വെച്ചുകൊണ്ട് ചില പ്രതിനിധികൾ ചർച്ചയുടെ ഭാഗമായിട്ട് ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ BJP-യുമായിട്ട് അദ്ദേഹം ബന്ധം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ മകന്റെ ഫ്ളാറ്റ് ഫാമിംഗ് നടക്കുമ്പോൾ അവിടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം വന്നിരുന്നു എന്ന രൂപത്തിൽ സമ്മേളനത്തിൽ തന്നെ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ആരോപണമല്ല, അത് വസ്തുതയാണെന്ന് സമ്മേളനത്തിൽ ഉള്ള പ്രതിനിധികൾ, ഒരു ഗ്രൂപ്പ് ഡെലിഗേഷന്റെ ചർച്ചയെ തുടർന്നിട്ടാണല്ലോ ഒരു ലീഡർ വന്ന ചർച്ചയിൽ പങ്കെടുക്കുക. അപ്പൊ അത്തരത്തിൽ ചർച്ചകൾ പൂർത്തീകരിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം മറുപടി പറഞ്ഞു. ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞു, ഏരിയ സെക്രട്ടറി മറുപടി പറഞ്ഞു. പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. അതുപോലെ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. ആ പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് പുതിയ ഏരിയ കമ്മിറ്റി വന്ന് ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കൂടിയിട്ടാണ്, അതിൽ ഭൂരിപക്ഷമുള്ള ആളാണ് വരുന്ന 3 കൊല്ലത്തേക്ക് ഈ സമ്മേളന കാലയളവിൽ ഏരിയ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുക. അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ താൻ വീണ്ടും 3-ാം തവണ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ആ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായത്. പക്ഷെ പാർട്ടി നേതാക്കന്മാർ പരമാവധി ശ്രമിച്ച് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് ആ സമ്മേളന നടപടി പൂർത്തീകരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ജനാധിപത്യപരമായി സമ്മേളനം നടക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം ആളുകൾ നിർദ്ദേശിക്കുന്ന ആളാണ്, പിന്തുണയ്ക്കുന്ന ആളാണ് ഏരിയ സെക്രട്ടറിയായി മാറുക. അപ്പോൾ മറ്റൊരാൾ ഏരിയ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അത് വലിയ തരത്തിൽ ഒരു പ്രശ്നമാക്കിയെടുത്ത് അദ്ദേഹം വീണ്ടും സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് ചെയ്തത്. ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയ ഉടൻ ഇറങ്ങിപ്പോകുന്നതിന് ന്യായീകരണമില്ല അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ശരിയാണ്. പക്ഷെ താങ്കൾ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ കേൾക്കുമ്പോൾ സമ്മേളനം വരട്ടെ എന്ന് കാത്തു നിൽക്കുകയാണോ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുക? CPM-നെ സംബന്ധിച്ച് അങ്ങനെയാണോ അതിന്റെ രീതി? കാരണം BJP പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധം പുലർത്തുന്നു, അല്ലെങ്കിൽ അവരുമായി കൂടിയാലോചനകൾ നടത്തുന്നു എന്ന സൂചന ലഭിച്ചിട്ടും സമ്മേളനമാകുമ്പോൾ അദ്ദേഹത്തെ മാറ്റിയേക്കാം എന്ന ക്ഷമ CPM കാണിക്കാറുണ്ടോ സാധാരണഗതിയിൽ? അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, നേരത്തെ അദ്ദേഹത്തിനെതിരായിട്ട് വന്ന പരാതി സ്വന്തം കാറിൽ ബീക്കൺ ലൈറ്റ് വെച്ചു പോയി എന്നതാണ്. ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർ കാറിൽ ബീക്കൺ ലൈറ്റ് വെച്ച് പോവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അത്തരത്തിൽ വന്ന ആരോപണം വന്നു. പാർട്ടി അദ്ദേഹത്തെ ശാസിച്ചു, ആ ലൈറ്റ് മാറ്റാൻ പറഞ്ഞു. അത്തരത്തിലുള്ള അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ ഉണ്ടാകരുത് എന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സാമ്പത്തികമായിട്ടുള്ള ആരോപണം വരുമ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളത്, ഇതെല്ലാം ചർച്ചയായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നത് പ്രധാനമായും ഏരിയ സമ്മേളനത്തിലാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ തലനാരിഴക്കി പരിശോധിക്കുക, കുറവുകൾ കണ്ടെത്തുക, ആ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിക്കുക, കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുക, അതിനുള്ള തീരുമാനമെടുക്കുക എന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിശ്ചിതമായിട്ടുള്ള പരിശോധനയും വിമർശനവും നടന്നത് ഈ സമ്മേളനത്തിലാണ്. അതിനെ തുടർന്നിട്ടാണ് ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുക്കുമ്പോൾ ഭൂരിഭാഗം ആളുകൾ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന
സാഹചര്യം ഉണ്ടായില്ല. അതെല്ലാം സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച മകന്റെ ഹൗസ് ഫാമിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നേതാക്കന്മാർ വന്നാൽ അതിപ്പോ ഇതര രാഷ്ട്രീയത്തിലുള്ളവരെയും സൗഹൃദത്തിന്റെ പേരിൽ വിളിച്ചതാണോ അല്ലയോ എന്നുള്ള പരിശോധനയും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ സംശയം ചോദിക്കട്ടെ അരുൺ, മകന്റെ ഹൗസ് വാമിങ്ങിന് BJP നേതാക്കൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ ആ തരത്തിൽ നടക്കാറുണ്ടല്ലോ. ഇപ്പോൾ കോടിയേരിയുടെ പ്രതിമാനാച്ഛാദനത്തിൽ കോടിയേരിയുടെ വീട്ടിലേക്ക് അവിടുത്തെ BJP ജില്ലാ പ്രസിഡന്റ് തന്നെ വന്ന് നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ലോക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം, നേതാക്കളെ കണ്ടാൽ മുഖം തിരിച്ച് നടക്കണമെന്നൊന്നുമില്ലല്ലോ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി അത്തരം സാധനം ഉണ്ടാകും. ഇനിയിപ്പോൾ അത് തന്നെ ഒരു വാദത്തിന് അംഗീകരിക്കുകയാണെങ്കിൽ അരുൺ, അത് വാദത്തിന് അംഗീകരിക്കുകയാണെങ്കിൽ മകൻ പോലും പോകില്ലല്ലോ മധുവിനൊപ്പം എന്നതായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. കടകംപള്ളി പറഞ്ഞത് അതല്ലേ, മകൻ പോലും പോകില്ലല്ലോ എന്ന്. മകനും പോയി, മകളും പോയി. മകൾ പോയ ശേഷം പറയുന്നു പാർട്ടി അക്കൗണ്ടിലുള്ള 27 ലക്ഷം രൂപ അച്ഛൻ ഉണ്ടാക്കിക്കൊടുത്ത പണമാണ്, ആ പണം ഇനി നിങ്ങൾക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതിയല്ലോ എന്നാണ് മകൾ പറയുന്നത്. ഇതിനൊക്കെ ഒരു മറുപടിയുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, ഈ നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുക, കല്യാണം, മരണം, ഹൗസ് ഫാമിംഗ് ഒക്കെ നടക്കുമ്പോൾ ഇതര രാഷ്ട്രീയത്തിലുള്ളവർ വരുന്നത് തെറ്റല്ല. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. സൗഹൃദം എന്നുള്ളത് നമ്മുടെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം ആരും തമ്മിലും ഇല്ലല്ലോ. പക്ഷേ ഒരു ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ അദ്ദേഹം BJPയുടെ നയങ്ങളിലും മോഡിയുടെ ആദർശങ്ങളിലും ആകർഷകനാകാൻ മണിക്കൂറുകൾ പോലും വേണ്ട, മിനിറ്റുകൾ മാത്രം മതി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ഊർജിതമായി പ്രവർത്തിച്ചില്ല. വെറും 665 വോട്ടിനാണല്ലോ ആറ്റിങ്ങൽ മണ്ഡലം LDFന് നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ തവണ 32,000 വോട്ടിനാണ് അവിടെ അടൂർ പ്രകാശ് ജയിച്ചത്. 32,000+ വോട്ടിനാണ്. അപ്പോൾ അത്രയും തീപാർന്ന ഒരു പോരാട്ടത്തിൽ വേണ്ടത്ര ഗൗരവത്തോടെ പ്രവർത്തിച്ചില്ല. ഇദ്ദേഹത്തിന് ചുമതലയുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യവും ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇദ്ദേഹം BJPയുമായിട്ട് നേരത്തെ തന്നെ സൗഹൃദം പുലർത്തിയിരുന്നു എന്ന് വരുന്നത്. മറ്റൊരു കാര്യം, സൂചിപ്പിക്കാം, വിജോയുടെ ബൂത്തിലും BJP ലീഡ് ചെയ്തു എന്നുള്ള മറുപടി അപ്പുറത്ത് മധു നൽകുന്നുണ്ട്. അതിനെന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതോടൊപ്പം തന്നെ BJPയും CPM തമ്മിൽ 2000 വോട്ടിന് വ്യത്യാസമേ ഉള്ളൂ എന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിനും ഉത്തരവാദി മധു ആണോ? അല്ല, അതിലേക്ക് വരാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി ഓഫീസ് നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സഖാക്കൾ, അത് പല തട്ടിലുള്ള സഖാക്കൾ പോലും അവരുടെ വരുമാനത്തിന്റെ വിഹിതവും മറ്റു കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഓഫീസ് നിർമ്മിക്കുക. അതിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ഉണ്ടാവും, ചുമട്ട് തൊഴിലാളി ഉണ്ടാവും, മീൻ കച്ചവടക്കാരുണ്ടാവും, മറ്റെല്ലാ തരത്തിലുള്ള എല്ലാ സർവീസ് സംഘടനകളിലുള്ളവരുണ്ടാകും. അത്തരത്തിൽ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണശേഖരണത്തിലടക്കം ഉണ്ടായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള വീഴ്ചയും ഈ സമ്മേളനത്തിൽ ചർച്ചയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നു. അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി പാർട്ടി ഓഫീസിനായിട്ട് മേടിക്കുമ്പോൾ അത് ജില്ലാ കമ്മിറ്റിയുമായിട്ട്, മുഗൾ കമ്മിറ്റിയായിട്ട് ആലോചിച്ച് ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് പ്രോപ്പർട്ടി മേടിക്കുക. ഒരു ഘട്ടത്തിൽ പോലും ജില്ലാ കമ്മിറ്റിയായിട്ട് ഇദ്ദേഹം ആലോചിച്ചില്ലെന്നും ആ ഭൂമി വാങ്ങിച്ചതിൽ വരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി വന്നു. ഓരോ ചർച്ചയും ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്നത് കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയിൽ നിന്നുള്ള വ്യതിയാനം അദ്ദേഹത്തിന് വളരെ നേരത്തെ തന്നെ വന്നിരുന്നു എന്നതാണ് ബോധ്യപ്പെടുന്നത്. അപ്പോ ആ സാഹചര്യങ്ങളെല്ലാം ഗൗരവത്തോടെ സമ്മേളനം ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ടാണല്ലോ പൊതുവെ ഒരു വികാരം സമ്മേളനത്തിലുണ്ടായത്. രണ്ടാമത് എന്നോട് ചോദിച്ച കാര്യം, വലിയ തരത്തിൽ എവിടെയെങ്കിലും വോട്ട് കുറഞ്ഞതിന് ഇദ്ദേഹമാണ് ഉത്തരവാദി എന്നല്ല പറയുന്നത്. കാരണം ഇദ്ദേഹം ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാതെ മോഡിയുടെ ആദർശങ്ങളിൽ ആകർഷകനായി മാറുക എന്നത്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ആലപ്പുഴയിൽ ഒരു നേതാവ് പോയില്ലോ, ഗാർഹിക പീഡനത്തിന് പാർട്ടിക്ക് പരാതി കിട്ടുന്നു, സ്വന്തം ഭാര്യ തന്നെ പരാതി കിട്ടുന്നു. ആ ഭാര്യയുടെ പരാതി പരിശോധിച്ച് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ 6 മാസം സസ്പെൻഡ് ചെയ്തു. പിന്നെ തിരിച്ചു വന്ന് പാർട്ടി അംഗമായി. പെട്ടെന്ന് തന്നെ തനിക്ക് വളർച്ച വേണമെന്ന് പറഞ്ഞു, അല്ല ബ്രാഞ്ചിൽ പ്രവർത്തിക്കാൻ പറഞ്ഞു. അദ്ദേഹവും ഒറ്റ ദിവസം കൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ ആദർശങ്ങളിൽ ആകർഷകനായി വികസന നായകനായ മോഡി എന്ന് പറയുന്ന നമ്മൾ കണ്ടത്. അപ്പൊ ഇത്തരത്തിൽ പെട്ടെന്ന് അങ്ങനെ വരുമ്പോ അതിന് പിന്നിലുള്ള കാര്യങ്ങൾ വിപിൻ സി ബാബുവിനെതിരെ കേസെടുക്കാൻ 6 മാസം മുമ്പ് സസ്പെൻഡ് ചെയ്ത് പിന്നീട് തിരിച്ചു വന്ന് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിപിൻ സി ബാബു BJPയിലേക്ക് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്കെതിരെ കേസെടുക്കുന്നു. അതെങ്ങനെയാണ് വിശദീകരിക്കുക? അല്ല, എന്റെ ശ്രദ്ധയിലില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ
മിനീസ ജബ്ബാർ അഡ്വക്കേറ്റ് ആണ്. അവർ കൊടുത്ത നിരവധി പരാതികൾ, ഗാർഹിക പീഡനവും ഫാമിലി കോടതിയിൽ നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരാതികളും കേസുകളും എല്ലാം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കേസുകളാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരെല്ലാം ഒരു പരാതി പാർട്ടിയുടെ മുന്നിൽ കിട്ടിയാൽ ഏതായാലും പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആദ്യം അവരുടെ വീട്ടിൽ ഒരു ജീവിത രീതി, ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ജീവിത രീതി പുലർത്തണമല്ലോ. ഗൗരവമായിട്ടുള്ള പരാതി കിട്ടുമ്പോൾ പാർട്ടിയുടെ മുന്നിൽ പരാതി വന്നാൽ ഗൗരവമായിട്ട് തന്നെ പാർട്ടി അത് പരിശോധിക്കും. പോലീസിൽ അന്ന് പരാതി കൊടുത്തിരുന്നു. കോടതി വരെ എത്തിയ കേസാണ്. അത് ബിപിൻ ബാബുവും നേരത്തെ പ്രതികരിച്ച കാര്യമാണ്. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ വീണ്ടും ഒരു കേസ് എന്ന് കേൾക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിന് തൊട്ട് പിന്നാലെ ഈ കേസ് വരുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് എന്റെ ശ്രദ്ധയിലില്ല. ഞാൻ ഇപ്പോൾ നടക്കുന്ന വാർത്ത ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ ശ്രദ്ധയിലില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഒറ്റ കാര്യം, ശ്രീ ബിപിൻ സി ബാബു പാർട്ടിയിൽ നിന്ന് പോയ ദിവസം, BJP-യിൽ ചേർന്ന ദിവസം, അദ്ദേഹം താമസിക്കുന്ന പഞ്ചായത്തിലെ അദ്ദേഹത്തിന്റെ ബ്രാഞ്ചിലെ മുഴുവൻ പാർട്ടി അംഗങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. കാരണം എല്ലാവരും വളരെ സന്തോഷത്തോടെ. കാരണം ഒരാൾ പോലും അദ്ദേഹത്തിന്റെ കൂടെ ആ പഞ്ചായത്തിൽ നിന്നോ ഏരിയയിൽ നിന്നോ BJP ചേരാൻ പോയില്ല. കാരണം അദ്ദേഹം പോയത് അത്ര നല്ലത് എന്ന് വിചാരിക്കുന്നവരായി അവിടുത്തെ ആളുകൾ മാറി. അപ്പോ ഞാൻ മറ്റൊന്നും പറയുന്നില്ല, കാരണം വ്യക്തിപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കാനുള്ള വേദിയായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ല. കാരണം പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാർട്ടി അച്ചടക്കത്തിനും മാനദണ്ഡങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകണം. കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയിലുള്ള ജീവിത ശൈലി തുടരുകയും വേണം. അതിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് പാർട്ടി കൃത്യമായിട്ടുള്ള പരിശോധനയും ഇടപെടലും നടത്തും. ആജീവനാന്തം പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കാം എന്ന് ആരും ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ 3 കൊല്ലം ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേ മാറിയിട്ടുള്ളൂ. ഏരിയ കമ്മിറ്റി അംഗമായിട്ട് തെരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ അത് എനിക്ക് അനുവദിക്കാൻ കഴിയില്ല, എനിക്ക് വീണ്ടും തുടരണം എന്ന് പറയുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് മോഡി ഭയങ്കര വികസന നായകനാണ്, CPM ആകെ പ്രശ്നമാണ്, BJP വളരെ നല്ല പാർട്ടിയാണെന്ന് നിമിഷ നേരം കൊണ്ട് തോന്നുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായി അത് ബോധ്യപ്പെടും. മംഗലപുരത്തെ ജനങ്ങൾക്കെല്ലാം, ഭൂരിപക്ഷം ആളുകൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.